ഓം നമ ശിവായ. ജ്യോതിഷ രത്നം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ മേട ലഗ്നത്തിൽ ജനിച്ചവരുടെ ശുഭഗ്രഹങ്ങളും അശുഭ ഗ്രഹങ്ങളും ഏതൊക്കെ ഗ്രഹങ്ങളാണ് എന്ന് പറയാം. ജ്യോതിഷ വിഷയങ്ങളോട് താൽപ്പര്യവും വിശ്വാസവും ഉള്ള ഏവരെയും പുതിയ ഒരു വീഡിയോയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. മേടലഗ്നം ജനിച്ച ജാതകന് ലഗ്നാധിപൻ ചൊവ്വ അഥവാ കുജൻ ആണ്. ഈ ചൊവ്വയ്ക്ക് 1, 8 എന്നീ 2 ഭാവങ്ങളുടെ ആധിപത്യമാണ് ഉള്ളത്. അതായത് മേടം രാശിയുടെയും വൃശ്ചികം രാശിയുടെയും ആധിപത്യം. ഏത് ലഗ്നത്തിൽ ജനിക്കുന്ന ജാതകർക്കും ലഗ്നാധിപൻ എപ്പോഴും ശുഭഗ്രഹം തന്നെ ആയിരിക്കും. 6, 8, 12 എന്നീ ദുസ്ഥാനങ്ങളും ശത്രു ക്ഷേത്രത്തിലും നീച ക്ഷേത്രത്തിലും അല്ലാതെ വേറെ ഏത് ഭാവത്തിൽ നിന്നാലും ലഗ്നാധിപൻ ബലവാനും ജാതകർക്ക് ശുഭഫലങ്ങൾ പ്രദാനം ചെയ്യാൻ കഴിയുന്നവനും ആയിരിക്കും. അടുത്തതായി പരിഗണിക്കുന്നത് 2ാം ഭാവാധിപനായ ശുക്രനെയാണ്. ഈ ശുക്രന് 7ാം ഭാവാധിപത്യം കൂടിയുണ്ട്. അതായത് തുലാം രാശിയുടെ ആധിപത്യം കൂടിയുണ്ട്. 2, 7, 11 എന്നീ ഭാവങ്ങളെ ജാതകത്തിലെ മാരക ഭാവങ്ങൾ എന്നാണ് പറയുന്നത്. മാരകൻ എന്നാൽ മരിപ്പിക്കുന്നവൻ എന്ന് തന്നെയാണ് അർത്ഥമാക്കുന്നത്. അതുകൊണ്ട് മേടലഗ്ന ജാതകർക്ക് ശുക്രൻ പാപഫലങ്ങൾ പ്രദാനം ചെയ്യുന്ന പാപഗ്രഹവും മാരകനും ആണ്. അടുത്തതായി പരിഗണിക്കുന്നത് 3ാം ഭാവാധിപനായ ബുധനെയാണ്. ബുധന് 6ാം ഭാവാധിപത്യം കൂടി ഉള്ളതിനാൽ, അതായത് കന്നി രാശിയുടെയും മിഥുനം രാശിയുടെയും ആധിപത്യം ഉള്ളതിനാൽ മേടലഗ്ന ജാതകർക്ക് പാപഗ്രഹമാണ് ബുധനും. ജാതകത്തിലെ ദുസ്ഥാനങ്ങളിൽ 2 സ്ഥാനങ്ങളാണ് 3ഉം 6ഉം ഭാവങ്ങൾ. അടുത്തത് 4ാം ഭാവാധിപനായ ചന്ദ്രൻ മേടലഗ്ന ജാതകർക്ക് ശുഭഗ്രഹമാണ്. അതുകൊണ്ട് മേടലഗ്ന ജാതകർക്ക് ചന്ദ്രന്റെ ദശാകാലങ്ങളും അപഹാരകാലങ്ങളും ജാതകർക്ക് ശുഭാനുഭവങ്ങൾ ഉണ്ടാകുന്ന കാലമായിരിക്കും. അടുത്തത് 5ാം ഭാവാധിപനായ സൂര്യനാണ്. അതായത് ചിങ്ങം രാശിയുടെ അധിപൻ. 5ാം ഭാവം എന്നത് ജാതകത്തിലെ ത്രികോണ ഭാവമാണ്, അല്ലെങ്കിൽ ത്രികോണ ഭാവങ്ങളിൽ ഒന്നാണ്. ത്രികോണഭാവത്തിന്റെ അധിപനെ ത്രികോണാധിപൻ എന്ന് വിളിക്കുന്നു. ഇവിടെ സൂര്യന് ത്രികോണാധിപത്യം കിട്ടിയിരിക്കുന്നതിനാൽ മേടലഗ്ന ജാതകരെ സംബന്ധിച്ച് സൂര്യൻ ശുഭഗ്രഹമാണ്. അതിനാൽ സൂര്യദശാകാലവും അപഹാരകാലങ്ങളും മേടലഗ്ന ജാതകരെ സംബന്ധിച്ച് ശുഭകാലങ്ങൾ ആയിരിക്കും. അടുത്തതായി പരിഗണിക്കുന്ന ഗ്രഹം വ്യാഴമാണ്. വ്യാഴത്തിന് 9ാം ഭാവാധിപത്യവും 12ാം ഭാവാധിപത്യവും ലഭിച്ചിരിക്കുന്നു. അതായത് ധനുരാശിയുടെ ആധിപത്യവും മീനം രാശിയുടെ ആധിപത്യവും ആണ് വ്യാഴത്തിനുള്ളത്. 9ാം ഭാവം എന്നത് മറ്റൊരു ത്രികോണ ഭാവമാണ്. 5, 9 ഭാവങ്ങളെയാണ് ജാതകത്തിലെ ത്രികോണ ഭാവങ്ങൾ എന്ന് പറയുന്നത്. വ്യാഴത്തിന് 9ാം ഭാവാധിപത്യം കിട്ടിയപ്പോൾ വ്യാഴം ത്രികോണാധിപനും ശുഭനും ആയി മാറി. എങ്കിലും 12ാം ഭാവാധിപത്യം കൂടി കിട്ടിയതിനാൽ വ്യാഴം അശുഭനും കൂടിയായി മാറി എന്നതാണ്. അതായത് വ്യാഴത്തിന് ശുഭത്വത്തോടൊപ്പം കുറച്ച് അശുഭത്വവും വന്നു ചേർന്നു എന്ന് സാരം. അതുകൊണ്ട് ജാതകന് വ്യാഴദശ അപഹാര കാലങ്ങളിൽ കുറച്ച് അശുഭ ഫലങ്ങളും അനുഭവിക്കേണ്ടതായി വരുന്നതാണ്. അടുത്തതായി പരിഗണിക്കുന്ന ഗ്രഹം ശനിയാണ്. ശനിക്ക് 10, 11 ഭാവാധിപത്യമാണ് മേടലഗ്നക്കാർക്ക് ഉള്ളത്. 2, 7, 11 ഭാവങ്ങൾ മാരക ഭാവങ്ങളാണെന്നും
ഈ ഭാവങ്ങളുടെ നാഥന്മാർ മാരകന്മാരും പാപന്മാരും ആണ്. അതിനാൽ മേടലഗ്ന ജാതകർക്ക് ശനിയും പാപഗ്രഹമാണ്. 3, 6, 8, 12, 2, 7, 11 എന്നീ ഭാവങ്ങളുടെ അധിപന്മാരാണ് മേടലഗ്ന ജാതകർക്ക് പാപന്മാരായി പരിണമിക്കുന്നത്. അത് ഏതൊക്കെ ഗ്രഹങ്ങളാണ് എന്ന് നോക്കാം. ഇതിൽ 3, 6 ഭാവങ്ങളുടെ അധിപൻ ബുധനാണ്. 8ാം ഭാവത്തിന്റെ അധിപനായി വരുന്നത് ചൊവ്വയാണ്. ചൊവ്വ ലഗ്നാധിപനാണ്. അതിനാൽ മേടലഗ്ന ജാതകർക്ക് ലഗ്നാധിപനായ ചൊവ്വയ്ക്ക് അഷ്ടമാധിപത്യ ദോഷം ഉണ്ടാകുകയില്ല. 2, 7 ഭാവാധിപനായ ശുക്രൻ മാരകനായതിനാൽ മേടലഗ്ന ജാതകർക്ക് ശുക്രൻ പാപഗ്രഹം തന്നെയാണ്. അതിനാൽ ശുക്രന്റെ ദശാ അപഹാര കാലങ്ങൾ മേടലഗ്ന ജാതകരെ സംബന്ധിച്ചിടത്തോളം ദോഷകാലം ആയിരിക്കും. പൊതുവെ പറയുമ്പോൾ മേടലഗ്ന ജാതകർക്ക് സൂര്യനും ചന്ദ്രനും പൂർണ്ണമായും ശുഭഗ്രഹങ്ങളും ചൊവ്വയ്ക്ക് അഷ്ടമാധിപത്യ ദോഷം ഉണ്ടെങ്കിലും ലഗ്നാധിപനാകയാൽ ശുഭഗ്രഹവും വ്യാഴം ഭാഗികമായി ശുഭഗ്രഹവും ആയിരിക്കും. ബുധനും ശുക്രനും ശനിയും മേടലഗ്ന ജാതകർക്ക് പാപഗ്രഹങ്ങളും ആയിരിക്കും. ശുഭഗ്രഹങ്ങളുടെ ദശാ അപഹാര കാലങ്ങൾ ജാതകർക്ക് പൊതുവെ ശുഭഫലപ്രദങ്ങളും പാപഗ്രഹങ്ങളുടെ ദശാപഹാര കാലങ്ങൾ പൊതുവെ ദോഷഫലപ്രദങ്ങളും ആയിരിക്കും. മേടലഗ്ന ജാതകക്കാരുടെ ശുഭഗ്രഹങ്ങളും അശുഭഗ്രഹങ്ങളും പറഞ്ഞ വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം. തലക്കുറി, ജാതകം, വിവാഹ പൊരുത്തം, മുഹൂർത്തം, പ്രശ്നം തുടങ്ങിയ ജ്യോതിഷ സംബന്ധമായ എല്ലാവിധ സേവനങ്ങളും 9655232894 എന്നീ ഫോൺ നമ്പറിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ്. സ്നേഹപൂർവം മോഹനൻ ജ്യോത്സ്യർ, ജ്യോതിഷ ആചാര്യ. ഓം നമഃ ശിവായ.